എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ജൂൺ മാസം 5-ാം തീയതിയിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നു. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിക്കുന്നു. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ വെച്ചാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം തീരുമാനിക്കുന്നത്. അതുപ്രകാരം 1973 മുതൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു. ഓരോ വർഷവും ഓരോ രാജ്യങ്ങളാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത്. അതോടൊപ്പം 1973 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഓൺലി വൺ എർത്ത്, അതായിരുന്നു ഒരേയൊരു ഭൂമി. ആ ഒരു ആശയത്തോടുകൂടി, ആ ഒരു തീമോടുകൂടിയാണ് ലോക പരിസ്ഥിതി ദിനം ആചരിച്ച് തുടങ്ങിയത്. 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭൂമിക്കായി. ഇതാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാൻ. ശ്രദ്ധിക്കുക, ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാൻ. ഇത്രയുമാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ വിശദാംശങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത്, ഫോബ്സ് 30 അണ്ടർ 30 ഏഷ്യ 2026 പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ മലയാളി സംരംഭകർ. ഉത്തരം ദേവൻ ചന്ദ്രശേഖർ, നൗറിൻ ആയിഷ. ഫോബ്സ് മാസിക ഏഷ്യയിലെ 30 ആളുകളുടെ പട്ടിക, 30 വയസ്സിന് താഴെയുള്ള 30 ആളുകളുടെ പട്ടിക ഫോബ്സ് അടുത്തിടെ പുറത്തിറക്കുകയുണ്ടായി. അതിൽ 2 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ദേവൻ ചന്ദ്രശേഖർ. അദ്ദേഹം ഫ്യൂസലേജ് ഇന്നൊവേഷൻസ് എന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്, അതിൻ്റെ സംരംഭകനാണ് ദേവൻ ചന്ദ്രശേഖർ. നമ്മളുടെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഡ്രോണുകളുടെയും മറ്റും നിർമ്മാണം നടത്തുന്ന ഒരു കമ്പനിയാണ് ഫ്യൂസലേജ് ഇന്നൊവേഷൻസ്. അടുത്തത് നൗറിൻ ആയിഷ, ഫെമിസേഫ് എന്ന കമ്പനിയുടെ ഒരു സഹസ്ഥാപകയാണ് നൗറിൻ ആയിഷ. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഫെമിസേഫ്. അദ്ദേഹത്തിൻ്റെ പേഡ് ഫ്രീ കേരള എന്നൊരു ക്യാമ്പയിൻ കൂടി ഈ ഫോബ്സ് 30 അണ്ടർ 30 ഏഷ്യ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. അപ്പോൾ 2 വ്യക്തികളാണ് മലയാളികളായ ഫോബ്സ് 30 അണ്ടർ 30 ഏഷ്യ പട്ടികയിൽ ഇടം നേടിയത്. അടുത്ത ചോദ്യം, ഫോബ്സ് 30 അണ്ടർ 30 ഏഷ്യ 2026 പട്ടികയിൽ സോഷ്യൽ ഇമ്പാക്റ്റ് വിഭാഗത്തിൽ ഇടം നേടിയ 17 വയസ്സുകാരിയ ബംഗളൂരു സ്വദേശിനി. ഉത്തരം ദിവ്യ ഉൽക്കർഷ. ഏഷ്യ ഫോബ്സ് മാസിക പുറത്തുവിട്ട ഏഷ്യയിലെ 30 വയസ്സിന് താഴെയുള്ള 30 പേരിൽ സോഷ്യൽ ഇമ്പാക്റ്റ് വിഭാഗത്തിൽ ബംഗളൂരുവിലെ ഒരു 17 വയസ്സുകാരി കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. അതാണ് ദിവ്യ ഉൽക്കർഷ. പ്രൊജക്റ്റ് സൂര്യ എന്ന ഒരു പദ്ധതിയിലൂടെയാണ് ദിവ്യ ഉൽക്കർഷ ഇതിൽ ഇടം നേടിയിരിക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റിക് ആയ കുട്ടികൾക്ക് സൗജന്യമായി മരുന്നും മറ്റു സാമ്പത്തിക സഹായങ്ങളും നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രൊജക്റ്റ് സൂര്യ. അതാണ് ദിവ്യ ഉൽക്കർഷയെ ഈ പട്ടികയിലേക്ക് ഇടം നേടാനായി സഹായിച്ചത്. വെറും 17 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, ദിവ്യ ഉൽക്കർഷ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ സോയിൽ ഫാമർ ഹീറോ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള വള്ളുവൻ എന്ന കർഷകനാണ് സോയിൽ ഫാമർ ഹീറോ എന്ന ബഹുമതി ലഭിച്ചിരിക്കുന്നത്. തൻ്റെ 11 ഹെക്ടർ ഭൂമിയെ വിവിധ വിളകൾ വൃക്ഷാധിഷ്ഠിത കൃഷിയിലൂടെ ഏക്കറിന് 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ഒരു സംരംഭമാക്കി മാറ്റിയതിനാണ് അവാർഡ് ലഭിച്ചത്.
ഒരു ഏക്കറിന് 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം വരെ വിലമതിക്കുന്ന ഒരു സംരംഭമാക്കി മാറ്റിയിരിക്കുകയാണ് വള്ളുവൻ എന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകൻ. അദ്ദേഹത്തിനാണ് സോയിൽ ഫാമർ ഹീറോ എന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2026 എർത്ത് പ്രൈസ് നേടിയ ഇന്ത്യക്കാർ. 2026 എർത്ത് പ്രൈസ് 3 ഇന്ത്യക്കാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. വിവാൻ ചാവ്ചാരിയ, അരിയാന അഗർവാൾ, അവ്യാന മേത്ത എന്നീ 3 കുട്ടികൾക്കാണ്, കൗമാരക്കാരായ 3 കുട്ടികൾക്കാണ് ഈ വർഷത്തെ എർത്ത് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പുളിങ്കുരു കൊണ്ട് നിർമ്മിച്ച നൂതന ബയോഡീഗ്രേഡബിൾ ഫിൽറ്ററായ പ്ലാസ്റ്റിക് വികസിപ്പിച്ചെടുത്തതിനാണ് 2026 എർത്ത് പ്രൈസ് ഇവർക്ക് ലഭിച്ചത്. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്ന ഒരു നൂതന ബയോഡീഗ്രേഡബിൾ ഫിൽറ്ററാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഈ പരിഹാരം ജലമലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ഒരു വാഗ്ദാനമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 2026 എർത്ത് പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാർ വിവാൻ ചാവ്ചാരിയ, അരിയാന അഗർവാൾ, അവ്യാന മേത്ത. അടുത്ത ചോദ്യം, ഹൈക്കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിക്കാതെ അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമിതയായ രണ്ടാമത്തെ വനിത. ഉത്തരം വെങ്കിട സുബ്രഹ്മണി മോഹന. വെങ്കിട സുബ്രഹ്മണി മോഹനയാണ് ഹൈക്കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിക്കാതെ അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയാകുന്നത്. രണ്ടാമത്തെ വനിതയാണ് വെങ്കിട സുബ്രഹ്മണി മോഹന. ഇത്തരം അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത 2018 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ഇന്ദു മൽഹോത്രയായിരുന്നു. ഇന്ദു മൽഹോത്രയ്ക്ക് ശേഷം വെങ്കിട സുബ്രഹ്മണി മോഹനയാണ് അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയാകുന്ന വനിത. വെങ്കിട സുബ്രഹ്മണി മോഹന കൂടി എത്തുന്നതോടെ ഇപ്പോൾ സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിമാരുടെ എണ്ണം 2 ഉയരുകയാണ്. ജസ്റ്റിസ് BV നാഗരത്നയാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കുന്ന വനിത. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്താണ് 5 പുതിയ ജഡ്ജിമാരെ ഉൾപ്പെടുത്തിയത്. സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ 38 തസ്തികകളാണുള്ളത്. ഈ 5 പുതിയ ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തിയത് മൂലം ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് അടക്കം 37 ജഡ്ജിമാർ ആയി മാറി. അപ്പോൾ വെങ്കിട സുബ്രഹ്മണി മോഹന അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയാകുന്ന രണ്ടാമത്തെ വനിത. അടുത്ത ചോദ്യം, അടുത്തിടെ വൺ സ്റ്റോപ്പ് മൾട്ടി പർപ്പസ് യൂണിഫൈഡ് കാർഡ് പുറത്തിറക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം തെലങ്കാന. തെലങ്കാനയാണ് വൺ സ്റ്റോപ്പ് മൾട്ടി പർപ്പസ് യൂണിഫൈഡ് കാർഡ്. അതായത് ഒരാളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരു കാർഡിലൂടെ ചെയ്യാം എന്നുള്ള ഒരു പർപ്പസിനായിട്ട് ഇറക്കുന്നതാണ് വൺ സ്റ്റോപ്പ് മൾട്ടി പർപ്പസ് യൂണിഫൈഡ് കാർഡ്. പുറത്തിറക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായിട്ടുള്ള തെലങ്കാന സംസ്ഥാനവുമാണ് വൺ സ്റ്റോപ്പ് മൾട്ടി പർപ്പസ് യൂണിഫൈഡ് കാർഡ് പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2025-26 വർഷത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ ആര്? ഉത്തരം അമേരിക്ക. അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ പ്രധാന സമുദ്രോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കയറ്റി അയക്കപ്പെടുന്നത്. 2026 വർഷത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ അമേരിക്കയാണ്. അടുത്ത ചോദ്യം, ചൈനയിലും ഹോങ്കോങ്ങിലും ആയി നടന്ന 2026 ഏഷ്യൻ അണ്ടർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം. ഉത്തരം ചൈന. ചൈനയിലും ഹോങ്കോങ്ങിലുമായി നടന്ന 2026 20 വയസ്സ് താഴെയുള്ള അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയത് ചൈനയാണെങ്കിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ 2ാം സ്ഥാനത്താണ് എത്തിയത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. എല്ലാവരും കറണ്ട് അഫയേഴ്സ് കൃത്യമായി ഒരു ചോദ്യം പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. എല്ലാവരും കൃത്യമായി കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ തിരുത്തലുകളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ അത് ഇമ്പ്രൂവ്മെൻറ്റ്
ചെയ്യേണ്ടതാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പുതിയ രീതിയിൽ വരാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവരും കൃത്യമായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.